ദിവ്യകാരുണ്യ വർഷാചരണ സമാപനത്തോടനുബന്ധിച്ച് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരത്ത് ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 11 മുതൽ 14 വരെയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുക. തലശ്ശേരി അതിരൂപത ചരിത്രത്തിൽ ആദ്യമായാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നത്. അതിരൂപതയിലെ 210 ഇടവകകളിലെ 80,000-ലേറെ വരുന്ന കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് 20,000-ഓളം പേർ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കും. ദിവ്യകാരുണ്യ കോൺഗ്രസിന് ഒരുക്കമായി 750 പേരടങ്ങുന്ന 24 കമ്മിറ്റികളാണ് തയ്യാറെടുപ്പുകൾക്ക് നേതൃത്വം നൽകുന്നത്. കുടുംബങ്ങൾ, ഇടവകകൾ, ഫൊറോന തലങ്ങളിൽ അതിവിപുലമായ ഒരുക്കങ്ങളാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ സംഘാടനത്തിനായി ഒരുക്കുന്നത്. പ്രശസ്ത വചനപ്രഘോഷകൻ ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിൽ നയിക്കുന്ന ദിവ്യകാരുണ്യ കൺവെൻഷനിൽ യുവജനങ്ങൾക്കായി ദിവ്യകാരുണ്യ സിംബോസിയം, പ്രതിനിധികൾക്കായി ദിവ്യകാരുണ്യ പഠനശിബിരം, ദിവ്യകാരുണ്യ എക്സിബിഷൻ, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ അതിരൂപതയിലെ എല്ലാ വൈദികരും സന്യാസ സഭകളിലെ വൈദികരും ചേർന്നർപ്പിക്കുന്ന വിശുദ്ധ കുർബാന, വിശുദ്ധ കുർബാനയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ ലൈവ് ഷോ എന്നിവ നടക്കും. വിശ്വാസത്തിൽ ആഴപ്പെടുക, സഭയിലും സമൂഹത്തിലും സൗഹൃദം ശക്തിപ്പെടുത്തുക, സഹജീവികളോടുള്ള കാരുണ്യം യാഥാർത്ഥ്യമാക്കുക, ജീവനും സൗഹൃദവും സഹോദര്യവും സമാധാനവും ദിവ്യകാരുണ്യത്തിലൂടെ സമൂഹത്തിൽ സാധ്യമാക്കുക തുടങ്ങിയവയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിലൂടെ ലക്ഷ്യമിടുന്നത്. സ്നേഹമുള്ളവരെ, തലശ്ശേരി അതിരൂപത 2024 വർഷം ദിവ്യകാരുണ്യ വർഷമായി ആചരിച്ചു വരികയാണ്. ഈ ദിവ്യകാരുണ്യ വർഷത്തിൻ്റെ ആഘോഷമായ സമാപനമാണ് കാസർഗോഡ് ജില്ലയിലെ തോമാപുരം ചിറ്റാരിക്കാലിൽ വെച്ച് സ്കൂൾ ഗ്രൗണ്ട് ദിവ്യകാരുണ്യ നഗറിൽ വെച്ച് ഡിസംബർ 11 മുതൽ 14 വരെ നടക്കുക. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഒരു വലിയ ആത്മീയ ഉത്സവമാണ്. തലശ്ശേരി അതിരൂപതയിൽ ആദ്യമായിട്ടാണ് ഏകദേശം 75 വർഷത്തിനിടയിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുക. നിങ്ങൾക്കറിയാം, ലയോ 13 മാർപ്പാപ്പയാണ് ഫ്രാൻസിൽ ആദ്യമായി ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് ചുക്കാൻ പിടിച്ചത്. അതിനുശേഷം അന്താരാഷ്ട്ര തലങ്ങളിൽ, ദേശീയ തലങ്ങളിൽ, അതിരൂപതാ തലങ്ങളിലൊക്കെ, രൂപതാ തലങ്ങളിലൊക്കെ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നു. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഇവിടെ സംഭവിക്കുമ്പോൾ ആദ്യത്തെ 3 ദിവസം ഡിസംബർ 11, 12, 13 തീയതികളിൽ വൈകുന്നേരം 4:30 മുതൽ രാത്രി 9:30 വരെ പ്രശസ്ത ധ്യാനഗുരുവും വചനപ്രഘോഷകനുമായ ബഹുമാനപ്പെട്ട ഡാനിയേൽ പൂവണ്ണത്തിൽ അച്ഛൻ നയിക്കുന്ന ദിവ്യകാരുണ്യ കൺവെൻഷനാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 210 ഇടവകളിൽ നിന്നായി വിവിധ സഭാവിഭാഗങ്ങളായി 20,000-ലധികം പേർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. 12, 13 തീയതികളിൽ, അതായത് വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നമുക്ക് യുവജന സിംബോസിയം ഉണ്ട്. പകൽ സമയത്ത് രാവിലെ 9:30 മുതൽ 3:30 വരെ സഭ, വിശ്വാസ സംബന്ധിയായ വിഷയങ്ങൾ, രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ ഒക്കെയും യുവജനങ്ങൾക്ക് ഏത് ചോദ്യവും ചോദിക്കാവുന്ന യുവജന സിംബോസിയത്തിൽ ഇൻപുട്ട് സെഷൻസ് കൂടാതെ തന്നെ സംവാദ സദസ്സുകളും 25 വിദഗ്ധരുടെ നേതൃത്വത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. 14 തീയതിയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് സമാപിക്കുന്നത്. 14 തീയതി 2ാം ശനിയാഴ്ച ദിവ്യകാരുണ്യ കോൺഗ്രസ് സമാപിക്കുമ്പോൾ അന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെ നടക്കുന്നത് അതിരൂപതയുടെ 210 ഇടവകളിൽ നിന്ന് എത്തിച്ചേരുന്ന 1200-ലധികം വരുന്ന ഡെലഗേറ്റ്സിന് വേണ്ടിയുള്ള ദിവ്യകാരുണ്യ പഠന ശിബിരമാണ് നടക്കുന്നത്. അതിനുശേഷം അതിരൂപതയിലെ എല്ലാ വൈദികരും സന്യാസ വൈദികരും ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന സമൂഹ ബലി. ആ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് ദിവ്യകാരുണ്യത്തിൻ്റെ ലൈവ് ഷോകൾ ഉണ്ടാവും. അതിനുശേഷം നടക്കുന്നത് ദിവ്യകാരുണ്യ പ്രദർശനമാണ്. അലങ്കരിച്ച പുഷ്പാലങ്കൃതമായിട്ടുള്ള ദിവ്യകാരുണ്യ പല്ലക്കിൽ 24 വൈദികർ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് നഗരവീഥിയിലൂടെ കൊണ്ടുപോകും. ആ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലും പിറകിലുമായിട്ട് മാലാഖ കുഞ്ഞുങ്ങൾ അണിചേരും. ഈ ദിവ്യകാരുണ്യ പ്രദർശനം തിരികെ എത്തി സമാപന ആശീർവാദത്തോടു കൂടിയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് സമാപിക്കുന്നത്. ദിവ്യകാരുണ്യത്തിലൂടെ ജീവകാരുണ്യം, ജീവനും സാഹോദര്യവും സമാധാനവും സൗഖ്യവും ദിവ്യകാരുണ്യത്തിലൂടെ, സഭാ കൂട്ടായ്മയും സൗഹൃദവും ദിവ്യകാരുണ്യത്തിലൂടെ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ്
അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിലൂടെ മുന്നേ കാണുന്നത്. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിലേക്ക് നിങ്ങളെ എല്ലാവരെയും കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ തോമാപുരം ദിവ്യകാരുണ്യ നഗറിലേക്ക് ഡിസംബർ 11 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഈ ആത്മീയ ഉത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.